അങ്ങനെ മുട്ടിക്കൊമ്പനെ 12 ദിവസത്തെ ദൗത്യത്തിന് ശേഷം ഇതാ വനം വകുപ്പ് പിടികൂടിയിരിക്കുന്നു. വനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വടക്കനാടിനെ ഭീതിപ്പെടുത്തിയ, വടക്കനാടിന്റെ ഉറക്കം കെടുത്തിയ മുട്ടിക്കൊമ്പൻ ഒടുവിൽ പിടിയിലായിരിക്കുന്നു. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചത്. അതിനുശേഷം ഇന്ന് 3 മണിയാകുമ്പോൾ പൂർണ്ണമായും വനംവകുപ്പ് സജ്ജമാക്കിയ പ്രത്യേക ആംബുലൻസിൽ കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി വനംവകുപ്പ് മുട്ടിക്കൊമ്പനെ നിരീക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു. ഇതിനിടയ്ക്ക് 2 തവണ മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ ഇന്ന് ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. കൃത്യമായി ആനയെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതി എത്തിയപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടുകയാണ്. കഴിഞ്ഞ ഒരാളുടെ വടക്കനാട് യുവ കർഷകന്റെ ജീവനെടുത്ത ഒരു കൊമ്പനാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ ആനയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മറികടന്ന് പൂർണ്ണമായും ആനയെ പിടികൂടാൻ വനംവകുപ്പിന് ആയിരിക്കുന്നു. വനംവകുപ്പിന്റെ ഈ ഒരു ദൗത്യ സംഘത്തിൽ 100-ലധികം ആറാട്ടി അംഗങ്ങളും വനംവകുപ്പ് ജീവനക്കാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായി വിജയം കണ്ടു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയുന്നതിന് വേണ്ടി. അതിന് വനംവകുപ്പിന്റെ രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ആനയെ പിടികൂടാനായത്. കഴിഞ്ഞ മാർച്ച് മാസം 4-ാം തീയതി ആയിരുന്നു വയനാട് വടക്കനാട് യുവ കർഷകന്റെ ജീവനെടുത്ത ദാരുണമായ സംഭവം ഉണ്ടായത്. അതിനുശേഷം വലിയ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ വനക്കനാട് ഉണ്ടായിരുന്നു. ആനയെ മയക്കുപിടിച്ച് പിടികൂടണം എന്നതായിരുന്നു നാട്ടുകാരുടെയൊക്കെ തന്നെ ആവശ്യം. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആന ഈ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നതിനെ തുടർന്ന് കൃത്യമായി കൊണ്ട് മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവിറങ്ങുകയും അതിനുശേഷം ഈ ആനയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു, നിരീക്ഷിച്ചു വരികയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത്. പിന്നീട് 12 ദിവസങ്ങൾക്ക് മുമ്പ് ആദ്യ മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമം, ആനയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നേരിട്ട് വനംവകുപ്പ് ആരംഭിച്ചു. അതിനുശേഷം ആദ്യത്തെ ദിവസം ദൗത്യം പരാജയപ്പെട്ടു. തുടർന്ന് നിരവധി തവണ വനംവകുപ്പ് ആനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അതിനുശേഷം ഇന്ന് രാവിലെ 4 മണിയോടുകൂടി ദൗത്യം ആരംഭിച്ചു. 6 മണിയോടുകൂടി തന്നെ ആദ്യ മയക്കുവെടി വെച്ചു. തുടർന്ന് 3 തവണ വെടിയുതിർത്തു. അതിനുശേഷം ആന മയങ്ങി. തുടർന്ന് ഈ പ്രത്യേക സജ്ജമാക്കിയ 5 കുങ്കി ആനകളായിരുന്നു ഈ ദൗത്യത്തിനുണ്ടായിരുന്നത്. വിക്രം, സുരേന്ദ്രൻ ഉൾപ്പെടെ, ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ, പ്രമുഖ ഉൾപ്പെടെ 5ഓളം ആനകളെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വനംവകുപ്പ് സജ്ജമാക്കിയ ലോറിയിലേക്ക് കയറ്റി. അതിനുശേഷം ഇപ്പോൾ ഇതാ വനംവകുപ്പ് സജ്ജമാക്കിയ ലോറിയിൽ നിന്നും ഇപ്പോൾ ആനയെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഏതാനും ചില ദൃശ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ ആനയെ മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റും. തുടർന്ന് ആനയെ ചികിത്സിക്കും, നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒക്കെ തന്നെ തീരുമാനമാകുക. വടക്കനാടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസത്തിന്റെ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. അവരുടെ ഒരുപാട് നാൾ അവരുടെ ഉറക്കം കെടുത്തിയ ആനയാണ്. ഒരുപാട് കാർഷിക വിളകളൊക്കെ വലിയ നാശനഷ്ടം നടത്തിയ ഒരു ആനയാണ്. അതിനൊക്കെ ഇപ്പോൾ ഇതാ പരിഹാരമായിരിക്കുന്നു. വലിയ ഒരു വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആന ദൗത്യം കൂടി വിജയകരമായി പൂർത്തീകരിക്കാൻ വനവകുപ്പിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുക. കഴിഞ്ഞ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യം അതിരൂക്ഷമായി തന്നെ ുന്ന സാഹചര്യമുണ്ട്. പല ജീവനുകളും ഇതിനോടകം തന്നെ പൊരിഞ്ഞതാണ്. അതിനൊക്കെ തന്നെ ശേഷം പലതവണ ആവർത്തിച്ച് പറയുന്നതാണ്, ഈ ആന ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി, വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും വീണ്ടും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് പതിവാകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ മറ്റൊരു ജീവൻ കൂടി എടുത്ത ആനയെ പിടികൂടാൻ വനംവകുപ്പിന് ആയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇനിയും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്നത് തടയുന്നതിന് വേണ്ട നടപടികൾ, ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെയാണ് ഇനിയും കണ്ടെത്തേണ്ടതുള്ളത്. ഇനിയും ഇത്തരത്തിൽ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഒരിടത്തും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.